ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആൻറ്റി ഏജിങ്ങിൽ പലതരത്തിലുള്ള സ്കിൻ കെയറുകൾ ചെയ്യാറുണ്ട് അല്ലേ? ഫേസ് പാക്കുകൾ ഇടാറുണ്ട്, ക്രീമുകൾ ഇടാറുണ്ട്, അല്ലെങ്കിൽ ടോണർ ഇടാറുണ്ട്. അങ്ങനെ പല സ്കിൻ കെയറും നമ്മൾ ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ ഇടാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് പേരുടെയും സംശയമാണ്, എങ്ങനെയാണ് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മോയ്സ്ചറൈസർ ഇടുന്നത്, എങ്ങനെയാണ് ആൻറ്റി ഏജിങ് ഓയിൽ ഇടുന്നതെന്നൊന്നും നിങ്ങൾക്കറിയില്ല. നമ്മൾക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇടുന്നതെന്ന്. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് ഇടണം, നമ്മൾക്ക് വേണ്ടപ്പോൾ എടുത്തൊന്ന് കാണാമല്ലോ എന്ന്. ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്കിൽ ഒരുപാട് ഹെർബൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ആ ഒരു ഗുണങ്ങൾ ഇൻഫ്യൂസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളതിനെ തക്കാളി അരച്ച പൾപ്പാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അതിനെ ഒന്ന് കുതിരാൻ വെക്കണം. അങ്ങനെ തന്നെ വെക്കണം. 5 മിനിറ്റ് വെച്ചാൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മളുടെ വാഷ് ചെയ്ത ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. കുഴച്ച ഉടനെ ഫേസിലിട്ടിരുന്നതിനേക്കാളും അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പാകമായ ശേഷം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ, അതായത് തക്കാളി ജ്യൂസല്ല, തക്കാളി പൾപ്പ്, പൊട്ടറ്റോ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, വാഴപ്പഴം, തേങ്ങാപ്പാൽ, പാല്, തൈര്, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഏറ്റവും കൂടുതൽ മാച്ചാകുന്നത്? റോസ് വാട്ടറാണോ? റോസ് വാട്ടർ എല്ലാത്തിൻ്റെയും കൂടെ കുറച്ച് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് പാക്കും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ബേസും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മുതൽ 4 മിനിറ്റ് വരെ അതിനെ അവിടെ വെക്കുക. ഒന്ന് ഇൻഫ്യൂസ് ചെയ്ത് ഇറങ്ങട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ വാട്ടർ ബേസിലോട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യുകയും നല്ലൊരു കളർ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. പിന്നെ ഇടുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത ഫേസിൽ മാത്രമേ ഇടാവുള്ളൂ. അതായത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒരുപാട് അങ്ങോട്ട് ഉണങ്ങാൻ നിൽക്കരുത്. ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞ് നിങ്ങൾ ഫേസ് പാക്ക് തേച്ച് കഴുകേണ്ട കാര്യമില്ല. ഒരു സെമി ഡ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്തിട്ടോ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ടോ ഒക്കെ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ തൊട്ടാൽ തന്നെ വരണം. അതാണ് നമ്മളുടെ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അല്ലെങ്കിൽ ഫേസ് ഫൈൻ ലൈൻസ് വീഴാനും, ചുളിവുകൾ വീഴാനും, ഓപ്പൺ പോഴ്സൊക്കെ ക്ലോഗ് ആകാനും, വീണ്ടും ഓപ്പൺ പോഴ്സ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മറക്കണ്ട, ഇതൊക്കെയും നിങ്ങൾ പാലിക്കണം. പിന്നെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു 3 റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ, ആദ്യം മോയ്സ്ചറൈസർ ഇടുക. ആദ്യം ഫേസ് വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് സൺസ്ക്രീൻ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾക്ക് സൺസ്ക്രീനിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രൂഫൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. പ്രൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും സ്കിൻ ബ്രൈറ്റനിങ് കൂടിയാണ് നമ്മളുടെ സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ അതിടുക. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഇടയിൽ ഒരു 3 മിനിറ്റ് ഗ്യാപ്പ് വയ്ക്കുക. ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വർ ഐസ്, ഇരട്ടി മധുരം വെള്ളത്തിൽ കലക്കിയ ഐസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ തക്കാളി ജ്യൂസ് കൊണ്ട് ഐസ് ഉണ്ടാക്കാം, വെള്ളരിക്ക ജ്യൂസ് കൊണ്ട് ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു ഐസ് ഫേസിൽ ഒരു 2-3 മിനിറ്റ് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ സ്റ്റോറിലുള്ള സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇട്ടാൽ വളരെ നല്ലത്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും ഫേസിൽ. സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇടുക. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് ഫേസിൽ സെറ്റ് ആകുമ്പോഴാണ് നമ്മളുടെ സൺസ്ക്രീൻ ഇടേണ്ടത്. സൺസ്ക്രീനും നല്ല മോയ്സ്ചറൈസറാണ്. അതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഫേസിന് ഒരിക്കലും ചുളിവ് വരികയില്ല. റിങ്കിൾസ് വരില്ല, ഫൈൻ ലൈൻസ് വരില്ല, ഇതൊന്നും വരില്ല. ഇത്രയും മതി സ്കിൻ കെയർ എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള സ്കിൻ കെയർ അത് തന്നെയാണ്. ഇതിൽ കൂടുതൽ ഓവറായിട്ട് ടിൻറ്റഡ് സൺസ്ക്രീൻ ഒന്നും എടുത്ത് വാരി പൊത്തണ്ട. ഫേസ് ക്ലോഗായിട്ട് നിറയെ വൈറ്റ് ഹെഡ്സ് വരും. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ വൈറ്റ് ഹെഡ്സ് ഉണ്ടാകും. കാരണം സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അതാണ് കാര്യം. അത് സൺറൈസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൂടിയാണ് കേട്ടോ ഫൗണ്ടേഷൻ. പക്ഷേ നമ്മളുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫൗണ്ടേഷൻ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോഗായിട്ട് ചെറിയ ആക്നെകൾ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെയാണ് ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ വാഷ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം പോയി വാഷ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഫേസിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒരാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ വാഷ് ചെയ്ത് കളയും. ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അങ്ങനെ മേക്കപ്പ് ഇടാറേ ഇല്ല. ഞാൻ ഇടുന്നത്
മോയ്സ്ചറൈസർ, നമ്മുടെ സൺസ്ക്രീൻ, പിന്നെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, ഐസ് ഇടാറുണ്ട്. റോസ് വാട്ടർ ആയിരിക്കും, ലിക്കർ, എൻ്റെ സമയത്തിൻ്റെ അനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. ആ ഒരു ഐസ് ഇടുന്ന ഒരു ഞാൻ കാണിച്ചിട്ടില്ലേ, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടൂളുണ്ട് നമ്മുടെ അടുത്ത്, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ നമ്മളുടെ ഓപ്പൺ പോഴ്സൊക്കെ അടഞ്ഞു കിട്ടുകയും അപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾക്ക് ക്ലോഗ് ആകാതെ, കുരു വരാതെ, വൈറ്റ് ഹെഡ്സ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ഏജിൽ 50 വയസ്സിന് മേലെയും വൈറ്റ് ഹെഡ്സ് ഒക്കെ വരും കേട്ടോ. ആരും വിചാരിക്കരുത് അങ്ങനെ വരില്ല എന്ന്. ഹോർമോൺ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ എബവ് 50, എബവ് 45, നിയറിങ് ടു 60 എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഹോർമോൺ ഉച്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമുക്ക് PCOD ഒക്കെ ഉണ്ടാകുന്നത്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ സ്കിന്നിൽ പടിയാൻ പോയാൽ നമ്മുടെ സ്കിന്നിന് കൂടുതൽ വരകളുണ്ടാവും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണിൽ കാണുന്നതെല്ലാം ഫേസിലിടാം എന്ന് ചിന്തിക്കാതിരിക്കുക. ചിലർ കിട്ടുന്ന കോഫി എല്ലാം കലക്കി ഫേസിലിടുക, അല്ലെങ്കിൽ രാവിലെ തിളപ്പിച്ച് വെച്ച പാലിൻ്റെ ഫ്രഷ് അല്ലാത്ത പാൽപ്പാട എടുത്തിടുക. എന്തെങ്കിലും കലക്കി ഫേസിലിട്ടാൽ കളർ വരും എന്ന് ചിന്തിക്കരുത്. നമ്മുടെ സ്കിന്നിലേക്ക് അത് എടുക്കുന്നുണ്ടോ? സ്കിന്നിൽ കുറേ സുഷിരങ്ങളുണ്ട്. നമ്മുടെ ഹെയറിൻ്റെ സ്കാൾപ്പിൽ കുറേ സുഷിരങ്ങളുണ്ട്. നമ്മൾ ഹെയർ പാക്ക് ഇടുമ്പോൾ അത് അബ്സോർവ് ചെയ്തെടുത്ത് ക്ലെൻസ് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ ആ ഒരു സ്കാൾപ്പിലേക്കുള്ള ഹോൾസിനെ, സുഷിരങ്ങളെയൊക്കെ. ഓക്കെ, അപ്പോൾ അതിനെ എടുക്കാനുള്ള കഴിവ് നമ്മുടെ ചർമ്മത്തിന് അത്രയും ഹെൽത്ത് ഉണ്ടോ, നമ്മുടെ ചർമ്മം എത്രത്തോളം ഹെൽത്തിയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഫുഡിനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ജ്യൂസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. എന്നിട്ട് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സിനെ ജസ്റ്റ് അങ്ങ് കുറയ്ക്കുക, ഷുഗർ കട്ട് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഡയറ്റാണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ചോറ് മാത്രമല്ല, അരി അടങ്ങിയ എല്ലാ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ മാക്സിമം അതങ്ങ് ഒഴിവാക്കുക. അതിന് പകരം റാഗിയാക്കാം, മില്ലറ്റ്സ് ആക്കാം, നല്ല നല്ല പേൾ മില്ലറ്റ്സ്, ഫോക്സ്ടെയിൽ മില്ലറ്റൊക്കെ ചോറിൻ്റെ അതേ ടേസ്റ്റാണ്. ഫോക്സ്ടെയിൽ മില്ലറ്റ് കൊണ്ട് ഞാനൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, നല്ലതായിരുന്നു. സോ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ റൈസ് തന്നെ വേണം എന്നില്ല, ഫോക്സ്ടെയിൽ മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നല്ലൊരു ഓപ്ഷനല്ലേ. ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലതായിരുന്നു. ഞാൻ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്, കാരണം അതാണല്ലോ കുഴഞ്ഞു പോകാത്തത്. ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ക്രീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തക്കാളി ജ്യൂസിൽ തന്നെ ഇടണം. കാരണം നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടാണ് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനായിട്ട് മാറുക. ഫേസ് ഫുൾ അങ്ങ് പടർന്ന് ചിലർക്ക് ഇങ്ങനെ ഈ സൈഡിലുണ്ടാവും, ചിലർക്ക് ഇവിടെ ഉണ്ടാവും, ചിലർക്ക് നെറ്റിയുടെ സൈഡിലുണ്ടാവും. അങ്ങനെ പല സൈഡത്താണ് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത്. നമുക്ക് ആദ്യം ചെറിയ ഡോട്ടായിട്ടാണ് അത് വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കില്ല. എന്തോ ചെറിയ പാടുണ്ടല്ലോ എന്ന്, പിന്നെ അതങ്ങ് പടർന്നിട്ട് അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആകും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ഒരുപാട് റീസൺസും നമ്മൾ ഇതിനുള്ള പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെയർ ഡൈയും നീലയമരിയും ഒക്കെ ഇതിനൊരു കാരണമാണ്. മാക്സിമം നിങ്ങൾ ഹെയർ കളർ ചെയ്യാതെ അങ്ങ് വിടുക. കുറച്ചൊക്കെ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. അകത്താണ് കാണുന്നതെങ്കിൽ അതിനെ അത്ര അങ്ങോട്ട് കെയർ ചെയ്ത് കറുപ്പിക്കേണ്ട കാര്യമേ ഇല്ല. പുറത്തോട്ട് കാണുന്ന ചെറിയ ഇതൊക്കെ ഉണ്ട്, നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച് വിട്ടുമായിരിക്കും നമ്മളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. മാക്സിമം ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഈ ഹെയർ ഡൈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്ത് തലയിലിട്ട് കഴിഞ്ഞാൽ നീലയമരി ഉറപ്പായിട്ടും ഹെയർ ഡൈയേക്കാളും ഹാംഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പിലോട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഫേസിൻ്റെ സ്കിന്നും. നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിൽ എത്രത്തോളം ഹെൽത്തി ആണോ, എത്രത്തോളം വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിലുണ്ടോ, അതിനനുസരിച്ചാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കൊക്കെ നമ്മൾക്ക് വർക്ക് ചെയ്യുക. എത്ര ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? അത് പറയാനേ പറ്റില്ല. നിങ്ങൾ എത്ര ഡിസിപ്ലിനോടെ അത് ഉപയോഗിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3-4 ദിവസം മാത്രമേ ഈ ഫേസ് പാക്കും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും ഒക്കെ ഇടാവുള്ളൂ. നമ്മളുടെ സ്കിന്ന് ഉരിഞ്ഞുരിഞ്ഞ് പോവുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഒരു ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ എന്താകും? ഉരിഞ്ഞുരിഞ്ഞ് നമ്മുടെ സ്കിന്നങ്ങ് റഫാകും അല്ലേ? ഒത്തിരി ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മുടെ കൈയൊക്കെ മുട്ടൊക്കെ ടേബിളിൽ വെക്കുമ്പോൾ മുട്ടൊക്കെ ഡാർക്കാകുന്നത് നമുക്കവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഒരയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഡ്രൈ ആയിക്കഴിഞ്ഞ് നമ്മളെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഒരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്. സോ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഓക്കെ, സെമി ഡ്രൈ ആകുമ്പോൾ കഴുകണം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും പൊട്ടറ്റോ ജ്യൂസിലും ടൊമാറ്റോ പൾപ്പിലും ഇടുന്ന വളരെ നല്ലതാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും വെള്ളരിക്ക ജ്യൂസിലിടുന്നില്ല. അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ 7 ദിവസം, അതായത് ആഴ്ചയിൽ 3 ദിവസം വെച്ച് 7 ദിവസം തക്കാളി അരച്ചതിനകത്ത് മിക്സ് ചെയ്ത് ഫേസിലിടുക. മിക്സ് ചെയ്ത് 3-4 മിനിറ്റ് വെച്ച ശേഷം ഇടുക. രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസ്, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിനകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് ഫേസിലിടുക. ആഴ്ചയിൽ 3 ദിവസം. ഓക്കെ, അങ്ങനെ 7 ഡേയ്സ് ആയിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുക. പഴത്തിനകത്ത് മിക്സ് ചെയ്യാം, എഗ് വൈറ്റും തൈരിനകത്ത് മിക്സ് ചെയ്യാം, എഗ് വൈറ്റും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ വളരെ നല്ലതാണ്. വല്ലപ്പോഴും ഇച്ചിരി കാസ്റ്റർ ഓയിൽ ഒഴിക്കാം.
വൈറ്റമിൻ ഇ വേണ്ട കേട്ടോ. കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിക്കുക, അതായത് എന്താ പറയുക, കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ഒഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് മാറ്റി ഉപയോഗിച്ചാൽ ഇതിലേതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന് ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് യൂസ് ചെയ്യുക. എന്നാലും ഡെയിലി ഫേസ് പാക്ക് ഇടേണ്ട കാര്യമില്ല, ആഴ്ചയിൽ 3-4 ദിവസം മാത്രം. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ ധാരാളം വാരി മുഖത്തിടണം. അതിന് യാതൊരു സംശയവും. നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെയും ഒരുപാട് മോയ്സ്ചറൈസർ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു യൂത്ത്ഫുൾ സ്കിൻ കിട്ടുകയുള്ളൂ. എല്ലാത്തിൻ്റെ സീക്രട്ട് മോയ്സ്ചറൈസറാണ്. നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുവഴിയാണ് ആൻറ്റി ഏജിങ് ഓയിലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻറ്റി ഏജിങ് ഓയിൽ എങ്ങനെയാണ് ഇടുന്നത് നിങ്ങൾ ചോദിക്കാറുണ്ട്. കുറച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് കളയുക, എന്നിട്ട് കുറച്ച് ഓയിൽ കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫേസിൽ ആവശ്യമുള്ള അത്ര ഒരു ഡ്രോപ്പ് വെച്ച് കൊടുത്താലും ഓക്കെയാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല റിലാക്സ് ആയിട്ട് 3 സോങ് കേട്ട് കഴിയുന്നിടം വരെ അങ്ങ് മസാജ് ചെയ്യുക. മെലോഡിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് സോങ്ങാണ് ഇഷ്ടമെന്ന് വെച്ചാൽ തുടങ്ങുക. ഒരു 3 സോങ്സ് കഴിയുന്നിടം വരെ ജസ്റ്റ് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ടൊരു 40 to 50 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അതിനോട് ചേർന്ന് ഉടനെ തന്നെ സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്താൽ ഈ വാഷിംഗ്, ചെറിയ ചൂടുവെള്ളം പച്ചവെള്ളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 ടൈംസ് വാഷ് ചെയ്താൽ നിങ്ങളുടെ ഫേസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് വരികയും നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആവുകയും ചെയ്യും. സോ ഇതൊക്കെ ചെറിയ ടിപ്സാണ്. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൈയുടെയും കാലിൻ്റെയും സൗന്ദര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, നമ്മളുടെ ഫേസൊക്കെ ഒക്കെയാണ്. കൈ ഒന്നും നല്ലതല്ലെന്നുണ്ടെങ്കിൽ, നല്ല കൈയുള്ളതും നല്ല നെയിലൊക്കെ ഉള്ളവർക്ക് കുറച്ച് അഹങ്കാരമാണ് അല്ലേ. എനിക്ക് അഹങ്കാരമൊന്നുമില്ല, സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ലതായിട്ട് വെക്കാനായിട്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് അല്ലേ. ഓക്കെ, സോ ഇതുപോലെയൊക്കെ കൈ ഇരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മളുടെ സ്റ്റോറിൽ തന്നെയുണ്ട് ഹാൻഡ് വൈറ്റനിങ് ക്രീം, ഫുഡ് വൈറ്റനിങ് ക്രീം ഒക്കെ ഉണ്ട്. അതൊക്കെയും അത്രയ്ക്കും സ്കിൻ ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് നിങ്ങൾക്കറിയാം, യൂസ് ചെയ്തവർക്കറിയാം അത് നല്ലതാണെന്നുള്ളത്. സോ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ, ബാക്കിയുള്ളവർക്കും കൂടെ യൂസ് ആവട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. കൈക്കും സ്റ്റീം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ ഹീറ്റർ വെച്ചാണ് കുളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടർക്കി ടവലോ മൈക്രോഫൈബർ ടവലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് ആ ഒരു ചൂട് നമ്മുടെ കൈക്കൊന്ന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഈ ഏജിലൊക്കെ നമുക്ക് കൈക്കൊക്കെ ഒരു ചെറിയ പെയിനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ ഹുക്ക് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കപ്പ് പിടിക്കുമ്പോഴും സംടൈംസ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ഏജ് ആകുന്നത് നമ്മളെ മനസ്സിലാക്കിക്കാനുള്ള ചെറിയ കാര്യങ്ങളാണ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്റ്റീമൊക്കെ പിടിച്ചിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇടുവാണ്. മോയ്സ്ചറൈസർ മീൻസ് ഹാൻഡ് വൈറ്റനിങ് ക്രീം, ഫുഡ് വൈറ്റനിങ് ക്രീം ഒക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. കാലാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഒരു സ്റ്റൂളിൽ ഇരുന്ന് കുളിച്ചാൽ കാലൊരു ബേസിനിൽ വെള്ളത്തിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടൊന്ന് മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് തന്നെ അങ്ങ് ക്ലീൻ ആയിക്കോളും. ടൂത്ത് പേസ്റ്റ് ഒന്നും ഇടണ്ട കേട്ടോ. ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കാലിൻ്റെ നമ്മളുടെ കൈയുടെ നേരെയുള്ള ഭാഗത്തിൻ്റെ താഴ്വശം പെട്ടെന്ന് പൊളിഞ്ഞു വരും. അങ്ങനെ ചെയ്യണം. അവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്തൊരു സ്ഥലമാണ് കാലിൽ. ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഫുഡ് വൈറ്റനിങ് ക്രീം. നമ്മൾ ഫേസ് പറഞ്ഞു, സ്കിന്ന് പറഞ്ഞു, ഹെയറിൻ്റെ കാര്യവും പറഞ്ഞു. അതുപോലെ ജഡാമഞ്ചി ഹെയർ ഓയിലും ആംല ഹെയർ ഓയിലും ഒക്കെ തലയിലിടേണ്ടത് ആവശ്യത്തിന് എടുക്കുക. കുറച്ച് ആദ്യം ഉച്ചിയിൽ വെക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഫിംഗർ ടിപ്സിലെടുത്ത് നല്ല സ്കാൾപ്പിൽ നന്നായിട്ട് പതുക്കെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഓവർ നൈറ്റാണ് വെക്കാറുള്ളത്. നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. 2-3 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. നല്ല തറലി വാഷ് ചെയ്യുക. ഷാമ്പൂ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഹാംഫുൾ ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കാതെ ഹെർബൽ ഷാമ്പൂ മാത്രം ഉപയോഗിക്കുക. നമ്മുടെ സ്റ്റോറിൽ ഷാമ്പൂവും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നമ്പറുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഹെയർ പറഞ്ഞു, സ്കിന്ന് പറഞ്ഞു, കൈയിനെയും കാലിനെയും കുറിച്ച് പറഞ്ഞു. ഇനി എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്? ലിപ്പിൻ്റെ കെയർ. ലിപ്പ് പീലാകുന്നത് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്കുമുണ്ട് ചില സമയത്തൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട്. ഞാൻ എന്താ ചെയ്യുക, നമ്മുടെ ഹണി പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബീട്രൂട്ട്, ഹണി, സാൻഡൽവുഡ് പാക്ക് ഇടാറുണ്ട്. പാക്ക് ഇട്ടിട്ട് അത് പക്ഷേ ഡ്രൈ ആകാൻ ഞാൻ വിടാറുണ്ട്. ഡ്രൈ ആയിക്കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക.
ഒരു പാക്കിൽ കുറച്ച് ഗീയും കൂടെ ചേർത്താൽ വളരെ നല്ലതാണ്. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലിപ് ബാമോ ലിപ്പ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇടാം. ഇത് ഡെയിലി ചെയ്യണം, ഒരു ദിവസം ചെയ്താൽ പോരെ. നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം, അല്ലെങ്കിൽ ഈവനിങ് പല്ല് തേക്കുമ്പോൾ ചെയ്യാം. എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലിപ്സ് ക്ലീൻ ചെയ്യുക, ഡെഡ് സെൽസിനെ മാറ്റുക എന്നുള്ളത്. അതുപോലെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് തുടച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുന്നത് വളരെ നല്ലതാണ്. ലിപ്പ് ഒരുപാട് പീൽ ചെയ്യാതിരിക്കും. ലിപ്പിനെയും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ വേറെ എന്തെങ്കിലും കെയർ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് ലെങ്ത് ആയിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയാണ് ഇന്ന് പറഞ്ഞത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ ചേച്ചി ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. പായ്ക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഫേസിലിടുക. അത് മറക്കണ്ട. ഡ്രൈ ആകുന്നവരെ വെക്കരുത്. സെമി ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യണം. സെമി ഡ്രൈ ആകുമ്പോഴും റോസ് വാട്ടർ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, അല്ലെ നല്ല വെള്ളം ഉപ്പൊന്നും അല്ലാത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വീണ്ടും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഏതായിരുന്നു നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്കും എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.